ഇന്നത്തെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് പെനിട്രേഷനുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇന്റർനെറ്റ് സാധ്യമായ സംസ്ഥാനമാണ് ഈ കേരളം. കടം വാങ്ങുക എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ കാണുന്നത്? ഒരു സ്റ്റേറ്റ് കടം വാങ്ങുന്നതിനെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഞാൻ എൻ്റെ അയൽവക്കത്ത് നിന്ന് 5 രൂപ കടം മേടിച്ചു എന്ന മട്ടിലാണ്. അങ്ങനെയല്ല സ്റ്റേറ്റിന്റെ കടം. ലോകത്തെ ഏറ്റവും കടബാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നും ഏതാണെന്നറിയാവോ? അമേരിക്കയാണ്. ഞാൻ കുറച്ച് ഹൈ റേഞ്ചിൽ നിന്ന് വരുന്ന മലയോര മേഖലയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ആളുകൾ അടുത്തിടപഴകുന്നതിനും അപ്പുറത്ത് അടുത്തിടപഴകിക്കൊണ്ടിരുന്ന പ്രദേശമാണ്. കാരണം എന്താണ്, സർവൈവലിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹം അപ്പുറത്തോട്ട് ഉണ്ടായത് കൊണ്ടായിരിക്കില്ല. കാരണം നിലനിന്ന് പോകാൻ, അതിജീവിക്കാൻ കൂടുതൽ അടുപ്പത്തോടെ പെരുമാറുന്ന ആളുകളാണ്. ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ ഒറ്റ ആഘോഷം പോലെ ഒരുമിച്ച് കൊണ്ടാടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ഇപ്പോൾ ഓണത്തിന് എൻ്റെ നാട്ടിലൊരു പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. NSSൻ്റെ ആഘോഷം, SNDPക്ക് SNDPയുടെ ആഘോഷം, അങ്ങനെ പല ആഘോഷങ്ങളും പല കാലങ്ങളിലായി അവിടെ വന്നു പോകുന്നു. അവിടെ ഏറ്റവും വലിയൊരു ഓണാഘോഷം എൻ്റെ നാട്ടിൽ കണ്ടിട്ടുള്ളത് നാട്ടിലെ പള്ളി, അവിടുത്തെ കത്തോലിക്ക പള്ളി നടത്തിയ ഓണാഘോഷമാണ്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുക പോലുമില്ല. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓണാഘോഷം അവിടുത്തെ കത്തോലിക്ക പള്ളിയുടെ ഓണാഘോഷമാണ്. അവിടുത്തെ പള്ളിയുടെ കരോളിനൊപ്പം സ്ഥിരമായി ഞാനും പോകുമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബ് കരോൾ നടത്തുമായിരുന്നു സ്ഥിരമായിട്ട്. ചെറിയ കരോളല്ല, ഈ 4 പിള്ളേരിങ്ങനെ ഇറങ്ങിപ്പോയി കൊട്ടിപ്പാടുന്ന കരോളല്ല, വലിയ ഗ്രാൻഡായിട്ടുള്ള കരോൾ തന്നെ സംഘടിപ്പിക്കുമായിരുന്നു അന്ന് അവിടെ. ഇപ്പോൾ അതിനെക്കുറിച്ച് അത് നടത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകളും തർക്കങ്ങളും വേറെ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗംഭീരമായ ഒരു ആഘോഷം, പൊതു ആഘോഷമായിരുന്നു നബിദിനം. നമ്മൾ മുഴുവൻ റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നതാണ് നബിദിനത്തിന് വേണ്ടിയിട്ട്, നബിദിന ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരുമിച്ച് നിന്നിരുന്നതാണ്. 25 വർഷത്തിനപ്പുറത്ത് SNDPയിൽ എല്ലാ മതക്കാരും അംഗങ്ങളായിരുന്നു. അങ്ങനെ ഒരു കേരളം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ കൊല്ലത്ത് തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാരാണ് SNDPയുടെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്ന ഒരാൾ കൊല്ലത്ത്. അതുപോലെ ഏത് പ്രദേശത്ത് നോക്കിയാലും അങ്ങനെയായിരുന്നു മനുഷ്യൻ പരസ്പരം ആ നിലയ്ക്ക് ഇടപഴകിയിരുന്നതെങ്കിൽ മതപരമായി, വർഗീയമായി, ജാതീയമായി ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് കൊണ്ടാണ് ഏതാണ്ട് 25 വർഷം മുമ്പ് നമ്മൾ തരക്കേടില്ലാത്ത ഒരു അവസ്ഥ സ്വയം തിരിച്ചറിഞ്ഞ് സാംസ്കാരികമായ കുറെ കൂടി ഉന്നതമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്നത്. പക്ഷെ അത് വീണ്ടും ആ കുഴിയിലേക്ക്, ആ പഴയ ചെളിക്കുഴിയിലേക്ക് നമ്മൾ പോകാനുള്ള ത്വര കാട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അതിനുവേണ്ടിയുള്ള വല്ലാത്ത ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള വാസ്തവമാണ്. മനുഷ്യൻ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫിയിലൊക്കെ മാറ്റം വരും. എല്ലാ കാലത്തും മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരേ മട്ടിൽ ജീവിക്കുന്ന ആളുകളല്ല. അതിൻ്റെ മത അനുപാതമെല്ലാം, ജാതി അനുപാതമെല്ലാം ഒരേ മട്ടിൽ തുടരുന്ന അവസ്ഥ ഒരു സ്ഥലത്തുമില്ല. ഇപ്പം കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ എന്താണ്? കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മൈഗ്രേഷൻ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്രൈസ്തവരായിട്ടുള്ള ധാരാളം പേര് മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. അവർ പലരും ആ സമയത്ത് അത് വിദ്യാഭ്യാസം ആർജിക്കുന്നതിൻ്റെയും അവർ ലക്ഷ്യമിടുന്ന അവർ ആർജിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും ഒക്കെ കാരണം കൊണ്ട് പലരും ചിലപ്പോൾ യൂറോപ്പിലോ UK-യിലോ അങ്ങനെയൊക്കെയാണ് അവർ സെറ്റിലായിട്ടുണ്ടാവുക. പലരും തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ പലയിടത്തും കുടിയിറക്കം നടക്കുകയാണ്. കുടിയിറക്കം നമുക്കെല്ലാം റിപ്പോർട്ടുകൾ വരുന്നതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെയൊക്കെ മലയോര മേഖലയിൽ, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ വലിയ കുടിയിറക്കം നടക്കുക. കുടിയേറ്റമല്ല, കുടിയിറക്കം. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ കുറേ ക്രിസ്ത്യാനികൾ അങ്ങനെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, കൂടുതൽ ഗംഭീരമായ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പ്രാദേശികമായി ഇവിടെ നിൽക്കുന്നവരെന്താണ്, ആ പ്രദേശത്തേക്ക് കയറും. ആ പ്രദേശത്ത് പുതിയൊരു സാധ്യത തേടും. കാരണം നമുക്കിവിടെ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം ജനസാമാന്യം അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത് കഴിഞ്ഞ 25 വർഷം കേരളം നോക്കിയാൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വിദേശത്തൊക്കെ പോകുന്നു, ഗൾഫിലൊക്കെ പോകുന്നു. അവർ പോകുന്നത് ഗൾഫിലേക്കാണ്, അല്ലാതെ നേരെ ഈ പറയുന്ന പോലെ യൂറോപ്പിലേക്ക് പോകാനുള്ള വിദ്യാഭ്യാസമല്ല അവർ ആർജിച്ചത്, അതിനുള്ള അറിവല്ല ആർജിച്ചത്. അവരുടെ പരിപാടി വേറെയായിരുന്നു. കച്ചവടത്തിലേക്കാണ് കൂടുതൽ പേര് കടന്നിട്ടുള്ളത്. അതിനുള്ള സാധ്യത അവർ കണ്ടെത്തിയത് അവിടെയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ്. അവിടെ നിന്ന് ആ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് അവരിവിടെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ ആർജിച്ച സമ്പത്ത് അതെവിടെയാണ് വിനിയോഗിക്കേണ്ടത്? നാട്ടിൽ വരുമ്പോൾ അവർ ചിലപ്പോൾ കക്കാടം പോയില്ലോ ആനക്കാൻ പോയില്ലോ ആയിരിക്കും പോയി സ്ഥലം മേടിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? കാസ പോലുള്ള ചില സംഘടനകൾ അല്ലെങ്കിൽ ഈ നിലയ്ക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഐക്യത്തെ തകർക്കാൻ തക്കവണ്ണം ഇടപെടൽ ശേഷിയുള്ള ചില സംഘടനകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, കണ്ടോ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിയുടെ ഭൂമി മുഴുവൻ മുസ്ലിങ്ങൾ വന്ന് മേടിച്ചു കൂട്ടുകയാണെന്ന്. ഒരൊറ്റ കമൻറ്റിൽ
ആ ആളുകളുടെ മുഴുവൻ ചിന്തയിലേക്ക് ഇങ്ങനെ ഒരു കുഴപ്പം കടത്തി വിടാൻ പറ്റുന്ന തരത്തിൽ ശക്തവും സങ്കീർണവുമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ. കേരളത്തിൻ്റെ കാര്യം, ഇന്നത്തെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് പെനിട്രേഷനുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻ്റർനെറ്റ് സാധ്യമായ സംസ്ഥാനമാണ്. ഈ കേരള വിഷനൊക്കെ അതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ആളുകളിലേക്ക് ഈ കണ്ടന്റ്, ഈ വിവരങ്ങൾ എത്തിക്കുന്നതിന്. അപ്പോൾ അത്രയധികം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾ ഉള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്ത് ചവറും കാണുന്ന ഒരു സമൂഹം കൂടി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇതുപോലെ എന്ത് നുണ പ്രചരിപ്പിച്ചാലും അതായത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഓരോ തോന്നലുകളും അവരുടെ വൈകല്യവും ഒക്കെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചാൽ അത് എല്ലാ ആളുകളിലേക്കും എത്തുമെന്നുള്ള ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിവരദോഷമോ അല്ലെങ്കിൽ വർഗീയതയോ വംശീയതയോ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അത് വളരെ വേഗത്തിൽ പ്രചരിക്കുകയും അത് കുറേ പേർക്കെങ്കിലും അത് പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ അതങ്ങനെ ഒരു പ്രശ്നമായി കിടക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ലവ് ജിഹാദ് ആരോപണമൊക്കെ വരുന്നത്. എൻ്റെ നാട്ടിൽ നിന്നാണ് ലവ് ജിഹാദ് ആരോപണം ആദ്യമായി ഒരു മതമേലധ്യക്ഷൻ ആദ്യം പറഞ്ഞത്. അന്ന് പറയുമ്പോൾ ഇതല്ലായിരുന്നു, അന്നത്തെ ഡയലോഗിൽ പോലും ചില വ്യത്യാസങ്ങളുണ്ട്. വേണ്ട, അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുടുങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ട് അതിൽ ഞാൻ കൂടുതൽ നേരം നിൽക്കുന്നില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനം എന്ന മട്ടിൽ എന്ന അവസ്ഥയിൽ ഇന്നത്തെ കേരളം ഇതിനേക്കാൾ എത്രയോ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അതിന് നമ്മളെ വിലക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ ഫെഡറലിസത്തിൻ്റെ വലിയ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ഇന്ത്യയുടെ ഭരണഘടന നമ്മളെ ചെറുതല്ലാത്ത വണ്ണം സഹായിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കാൻ കേരളം എന്ന ഒരു സംസ്ഥാനത്തെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി മുന്നോട്ട് പോകാൻ, വളർച്ചയുടെ പാതയിൽ നയിക്കാനൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഈ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം കൂടിയാണ്. എന്താണ്? ഫെഡറൽ തത്വങ്ങൾ നമ്മളെ ആ നിലയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ കേരളം. ഒരിക്കലും കേന്ദ്ര സർക്കാർ എന്നൊരു പ്രയോഗം ഭരണഘടനയിലില്ല. ഭരണഘടനയിൽ യൂണിയൻ ഗവൺമെൻറ് ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണിത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം ഒരു യൂണിയൻ. അതുമാത്രമാണ് നമ്മൾ. ആ നിലയ്ക്ക് വേണം നമ്മൾ ഈ രാഷ്ട്ര സങ്കല്പത്തെ കാണാൻ. പക്ഷേ അതിനപ്പുറത്ത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളുടെ വലിയ തകർച്ച അല്ലെങ്കിൽ അത് വല്ലാതെ കവരുന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് നമ്മളെ തിരിച്ചടിക്കുന്നുണ്ട്, നമുക്ക് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. കാരണം ഈ കടമെടുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര മോശം സംഗതിയാണെന്ന്, കടം വാങ്ങുക എന്നുള്ളതിനെ നമ്മളെങ്ങനെ കാണുന്നത്? ഒരു സ്റ്റേറ്റ് കടം വാങ്ങുന്നതിനെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഞാൻ എൻ്റെ അയൽവക്കത്ത് നിന്ന് 5 രൂപ കടം മേടിച്ചു എന്ന മട്ടിലാണ്. അങ്ങനെയല്ല സ്റ്റേറ്റിൻ്റെ കടം. ലോകത്തെ ഏറ്റവും കടബാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നും ഏതാണെന്നറിയാമോ? അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും കടബാധ്യതയുള്ള രാജ്യം അമേരിക്കയാണ്. അങ്ങനെ നമ്മളുടെ ചിന്ത പോകുമോ? ഇല്ല. എപ്പോഴും നമ്മളുടെ ചിന്ത സംസ്ഥാനം വല്ലാത്ത കടക്കണിയിൽ എന്നുള്ള തലക്കെട്ട് കണ്ടാൽ ആ സെക്കൻഡിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ തൊട്ട അയൽവക്കത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 രൂപയോ 5000 രൂപയോ ആയിരിക്കും. ആ കടമല്ല ഈ കടം, ആ നിലയ്ക്കല്ല ഈ കടക്കണിയെ കാണേണ്ടത് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കടമെടുക്കാനുള്ള പരിധി എല്ലാം നിയന്ത്രിക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയെ തടയുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് സംശയമൊന്നുമില്ല. പിന്നീട് അതിൻ്റെ തുടർച്ചയായ മറ്റിടപെടലുകൾ കൂടി നോക്കിയാൽ അത് കൂടുതൽ വ്യക്തമാവും.